ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് ആരാ? മിസ് ഇപ്പോൾ വരും. ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. നിങ്ങൾ പ്രസന്റ് പറ. അമ്മിണി. അനു. നമ്മുടെ പേരിപ്പോൾ വിളിക്കും. അതന്നെ, എനിക്ക് പേടിയാകുന്നുണ്ട്. സാറ് നമ്മളെ കണ്ടിട്ടില്ലല്ലോ? ഇല്ലെന്നാ തോന്നുന്നത്. എടാ, സാറ് ചോദിച്ചാൽ ഇത്രയും ദിവസം ലീവായതിന്റെ കാരണം എന്താ പറയാ? അറിയില്ലടാ, ഞാൻ കുറച്ച് ഗുളികയൊക്കെ എടുത്തിട്ടാ വന്നത്. അതെന്തിനി? അഥവാ സാർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുളികകളൊക്കെ കാണിച്ചിട്ട് എനിക്ക് പറയാമല്ലോ ഇത്രയും ദിവസം എനിക്ക് അസുഖമായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ വരാത്തതെന്ന്. അപ്പോൾ ഞാനെന്നാ കാരണം പറയാ? നീ എന്തെങ്കിലും പറഞ്ഞോ? എനിക്കും ഒരു ഐഡിയ പറഞ്ഞതാടാ. ഇക്രു. എന്താ? ഇക്രു. എന്താടാ പൊട്ടാ? ഇടാ പൊട്ട, ഞാനല്ല വിളിക്കുന്നത്, നിന്നെ സാറാണ് വിളിക്കുന്നത്. ക്ലാസ്സിൽ വരികയുമില്ല, വന്നാലിട്ട് ശ്രദ്ധിക്കുകയുമില്ല. നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്? നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? ഓ, രണ്ടാൾ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെന്നാ അവിടെ നിന്നും ചർച്ച ചെയ്യുന്നത്? ഒന്നുമില്ലെന്നോ? എന്നിട്ട് ഞാൻ വിളിച്ചത് നീ കേട്ടിനോ? പിന്നെ നീ എന്നാ അവിടെ നിന്നും ചെയ്യുന്നത്? ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കല്ല, നിൽക്ക്. കുറച്ച് ബഹുമാനൊക്കെ കാണിക്കേ. എന്ത്? എടാ, നിന്റോടാ ചോദിക്കുന്നത്. നിന്നോടല്ലടാ ഞാൻ ചോദിക്കുന്നത്. അയ്യോ, ഞാനിപ്പോൾ എന്താ പറയാ? എടാ, നിൽക്ക്. അതാണോ? അത് തന്നെ. പറടാ. അത് പിന്നെ സാർ, നിൽക്ക്. എന്ത്? എടാ പൊട്ടാ, നിന്നോട് അത് പറയാനല്ല ഞാൻ പറഞ്ഞത്, നിന്നോട് നിൽക്കാൻ പറഞ്ഞതാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വാ. പെട്ട് ഇന്ന് നമ്മുടെ കാര്യം പോക്ക. എടാ, എനിക്ക് പേടിയാകുന്നടാ. ഇപ്പോൾ രക്ഷിതാവിനെയും കൂട്ടി വരാൻ പറയുമോ? അത് തന്നെ എനിക്ക് പേടിയാകുന്നത്. ഇപ്പോൾ എന്താടാ ചെയ്യാ? നമുക്ക് മാഷെ കാല് പിടിച്ചാലോ? എന്തിന്? മാഷിക്കെന്താ കാല് വേദന ഉണ്ടാ? ഒന്ന് പോടാ അവിടുന്ന്. എങ്ങനെയെങ്കിലും മാഷെ കാല് പിടിച്ചിട്ട് ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. കാല് പിടിച്ചാൽ രക്ഷപ്പെടുമോ? നമുക്ക് എന്തെങ്കിലും പറഞ്ഞൊന്ന് രക്ഷപ്പെടാൻ നോക്കാം. അല്ല, നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല സാർ. എന്ത്? കേട്ടു സാർ. എന്നാൽ വേഗം നടക്ക് സ്റ്റാഫ് റൂമിലേക്ക്. എടാ ഇക്രു, വാടാ, നമുക്ക് പോകാം. എന്നാൽ നീ നടക്ക്, ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. എന്ത്? ഗുളിക തന്നെ മാഷിക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതൊന്നും എടുക്കണ്ട, ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട. നീ വാ. എന്നാൽ നീ നടക്ക്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നീ ഗുളികയൊന്നും എടുത്തില്ലല്ലോ? ഇല്ലടാ, നീ ഒന്ന് നടക്ക്. എന്തായാലും സാരമില്ല, ഗുളിക എടുത്ത് കീശയിലിടാം. അഥവാ ആവശ്യം വന്നാൽ കാണിച്ചു കൊടുക്കാലോ. എടാ ഇക്രു, വേഗം വാ. വരുന്നേ. അതല്ല. അതുമല്ല. ഇവളെന്നിങ്ങനെ നോക്കുന്നത്? കുഞ്ഞാമി. അതുമില്ലല്ലോ. ഇവക്കെന്താ വട്ടായ? എടി കുഞ്ഞാമി. എടി കുഞ്ഞാമി. എന്തെന്നാ മനുഷ്യ? കൊറേ സമയമായില്ല തിങ്ങിങ്ങേന്നറിയുന്നേ. എന്റെ പൊറച്ചോനെ, ഇവക്ക് ശരിക്കും വട്ടായിന്ന് തോന്നുന്നത്. എല്ലാ മനുഷ്യ, ഇങ്ങക്കെന്നാ വേണ്ടത്? അല്ല, നീ എന്നിങ്ങനെ നോക്കുന്നത്? ഞാനെന്നാ നോക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്റെ ഗുളികയും എടുത്തിട്ട് ഒരുത്തൻ ഇവിടെ നിന്ന് പോയിട്ടില്ലേ? അതാരാ? ആ കൊക്രു തന്നെ. അതേത് പക്രു? പക്രു ഇല്ല മനുഷ്യ, നമ്മുടെ ഇക്രു ഇല്ലേ, അവൻ തന്നെ. ഓ, ഇക്രുവിനെ കൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? അവൻ എന്റെ പുതിയ ഗുളികയും എടുത്തിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അതിനെന്താടി, അവൻ മാഷെ ഒന്ന് പറ്റിക്കുവാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ? അതിനെന്റെ ഗുളിക തന്നെ എടുക്കണോ? നിങ്ങളുടെ ഗുളിക എടുത്താ പോരെ? അവൻ അങ്ങനെ നിന്റെ ഗുളിക തന്നെ എടുക്കണമെന്ന് ഉദ്ദേശിച്ചെടുത്തതല്ല, കയ്യിൽ കിട്ടി ഏതെങ്കിലും ഗുളിക എടുത്തതായിരിക്കും. അങ്ങനെ എന്റെ ഗുളിക എടുത്തിട്ട് അവൻ പോകണ്ട. എന്റെ നല്ല മൊഞ്ചുള്ള ഗുളികയത്. എന്റെ കുഞ്ഞാമി, നീ എന്നിങ്ങനെ പറയുന്നത്? അത് ഗുളികയല്ലേ? നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും വല്ല തിന്നുന്ന എന്തെങ്കിലും സാധനമാണെന്ന്. അതെന്താ, ഗുളിക തിന്നുന്ന സാധനം തന്നെയല്ലേ? നിന്റോട് വർത്താനം പറഞ്ഞു നിൽക്കാൻ ഞാനില്ല. അതിന് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ അവിടെ ഇരിക്കേ. ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോയാ? എന്തെങ്കിലും ആകട്ടെ. എന്നാലും അവൻ എന്റെ ഏത് ഗുളിക എടുത്തിട്ടാ പോയിട്ടുണ്ടാവുക? എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം.